കുഴപ്പമില്ലല്ലോ. അത്രയും നല്ല തലമുറയുള്ളപ്പോൾ അവർക്ക് അഹങ്കാരം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ കട്ടിങ് വീഡിയോ ആണ്. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു മുടി മുറിക്കണം എന്ന്. അങ്ങനെ കുറച്ച് ഓഫേഴ്സ് കണ്ടപ്പോൾ ഞാൻ ചാടിത്തുള്ളി ഇറങ്ങാൻ പോവാണ് മുടി മുറിക്കാൻ വേണ്ടി. ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം സഞ്ചരിക്കാൻ, അതായത് എനിക്ക് യാത്ര ചെയ്യാൻ മടിയായതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നടന്നു പോകുന്ന ദൂരത്തിലുള്ളൊരു സലൂണിലാണ് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മുടിയൊക്കെ നോക്കുകയാണ്. ഇത്രയും മുടിയുണ്ട് എനിക്ക്. ഈ മുടിയാണ് ഞാൻ വെട്ടിച്ചെറുതാക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ മുടി വെട്ടാൻ പോകുമ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മുടി ഭയങ്കര ചെറുതാക്കണം, ഷോർട്ടാക്കണം. പക്ഷേ ഇത്തവണ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, അധികം ലെങ്ത്ത് കുറക്കണ്ട, ഏതെങ്കിലും ഒരു മോഡൽ വെട്ടാം, പക്ഷേ നമുക്ക് മുടിയുടെ ലെങ്ത്ത് കുറക്കണ്ട. പിന്നെ കുറച്ച് സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡാമേജ് ഉണ്ടായിരുന്നു, അതൊക്കെ കളയാം. അങ്ങനെ മാത്രമേ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ എനിക്ക് കളറും കൂടെ ചെയ്യണമെന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മുന്നേ എപ്പോഴോ ചെയ്തൊരു കളറിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിട്ട് അത് തന്നെ ഭയങ്കര ഡ്രൈ ആയി ഫ്രിസി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു പരിപാടിയിലേക്കേ പോകണ്ടെന്ന് ഞാനിങ്ങനെ തീരുമാനിച്ചു. നമ്മൾ വെട്ടാൻ പോകുമ്പോഴേ നമുക്ക് ഏകദേശം വേണ്ടുന്ന ഒരു മോഡലിന് കുറച്ച് വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും റെഫറൻസ് എല്ലാം കയ്യിലുണ്ടാകുന്നത് വളരെ നല്ലതാണ്. നമുക്കപ്പോൾ അതനുസരിച്ച് നമ്മുടെ മുടി വെട്ടാൻ പോകുന്ന ആളോട് പറയാം. ഇപ്പോൾ ഒട്ടുമിക്ക കടയിലും ഹിന്ദിക്കാരാണ് മുടി വെട്ടാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കും. പനമ്പള്ളി നഗറിൽ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇവിടെ, ഒന്നുമില്ല, സീറ്റിങ്ങോ വാക്വേയോ അങ്ങനെ ഒന്നും തന്നെ അല്ല. പക്ഷേ ആ മഞ്ഞപ്പൂക്കളൊക്കെ കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ ഞാനവിടെ രസിച്ച് നിൽക്കുമ്പോൾ മിന്നു വന്നു. അപ്പോൾ മിന്നും കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും സലൂൺ ലക്ഷ്യമാക്കി നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ തോന്നി. ഓഫ് കോഴ്സ്. കുട്ടാ ലിപ്സ്റ്റിക് ഇടുന്ന മിന്നു കൃത്യനിഷ്ഠത എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ 5:30 ബുക്ക് ചെയ്ത് നിങ്ങൾ 6 മണിക്ക് കൃത്യം അവിടെ എത്തി. ഭാഗ്യത്തിന് ആ സമയം നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് കാര്യം ചെയ്യാൻ പറ്റി. ഓഫേഴ്സൊക്കെ കുറേ ഉള്ളതുകൊണ്ട് തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ലോണം. ആ ചെറുക്കൻ നാണായി പോയി. അങ്ങനെ ആദ്യം ഹെയർ വാഷിലോട്ട് പോയി. എന്നും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തല ഒളിപ്പിച്ച് തരുന്നെങ്കിൽ എന്ത് രസമായിരുന്നില്ലേ. ഹൈ. അങ്ങനെ ഞാനവിടെ കിടന്നത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത് മിന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പക്ഷേ മിന്നു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ മിന്നു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പിടിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് ചിരി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞു. ഇതുമാതിരി ഒരു കട്ടിൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ കണ്ടത്. സമൂസ പോലെ ഇരിക്കുന്ന തല. എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടിട്ട്. പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെട്ടാൻ കുറേ തലകളുണ്ടായിരുന്നു, അല്ല മുടി ഉണ്ടായിരുന്നു, പക്ഷേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മുടെ കഥാനായകൻ വന്നു. ഭയ്യോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന്. പക്ഷേ പുള്ളിക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. കുറേ തലകൾ വെയിറ്റ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ചേട്ടൻ അറഞ്ചം വെട്ടി തിരക്കിട്ട് പോകുമായിരുന്നു. പക്ഷേ ഇല്ല കേട്ടോ, നല്ല മനുഷ്യനായിരുന്നു. പുള്ളി വെട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് കാണിച്ചു തന്നു. അറ്റത്തുനിന്ന് ദേ ഇത്ര ലെങ്ത്തേ പോകുള്ളൂ എന്ന് പറഞ്ഞ് കാണിച്ചു. ലാസ്റ്റ് ടൈം അങ്ങനെ എനിക്കൊരു പണി കിട്ടിയായിരുന്നു. അധികം വെട്ടരുതെന്ന് പറഞ്ഞിട്ടും പുള്ളി ഓക്കെ പറഞ്ഞ് അവസാനം വെട്ടി വന്നപ്പോൾ നല്ലോണം അങ്ങ് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മളത്ര കഷ്ടപ്പെട്ട് വളർത്തുന്ന മുടിയാണല്ലേ. ഒരു വർഷം എടുത്തു എനിക്ക് ആ സെയിം ലെങ്ത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. നോർമലി ഹെയർ കട്ട് ചെയ്ത ആൾ തന്നെയാണ് ഹെയർ സെറ്റും ചെയ്ത് തരാറ്. പക്ഷേ ഇവിടെ കുറേ തിരക്കുള്ളതുകൊണ്ടാണെന്ന് ആ ചേട്ടൻ പിന്നെ വേറെ ആളെ മുടി വെട്ടാൻ പോയി. അങ്ങനെ വേറൊരാൾ വന്നിട്ട് എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ. ഞാൻ റെഫറൻസ് പിക്ചർ ഒന്നും കൊണ്ടുപോയില്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ എനിക്ക് ടോട്ടൽ എൻ്റെ ലെങ്ത്ത് അധികം കുറക്കരുത്, ചെറുതായിട്ട് കുറച്ചാൽ മതി. പിന്നെ ലെയേഴ്സ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഫ്രണ്ടിൽ ഫേസ് ഫ്രെയിമിംഗ് ആയിട്ട് കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടും കട്ട് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ മുഖത്ത് ഇപ്പോഴും നല്ല പേടിയുണ്ട് ഇത് എങ്ങനെയാണ് വന്നത്. ഞാനതാണ് ഈ പകച്ചിരിക്കുന്നത്. പക്ഷേ സ്റ്റൈൽ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഒരു പകുതി സെറ്റിംഗ് ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല, സംഭവം കൊള്ളാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നായിരുന്നു. ഫൈനലായിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ ഫ്രണ്ട് ലെയർ അത്രയും കുറച്ച് നന്നായിട്ട് ഇഷ്ടമായി. എനിക്ക് അത്രയും ഹെയർ വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഫുൾ ഹെയർ. പക്ഷേ അങ്ങനെ വെട്ടാനുള്ളൊരു ധൈര്യം എനിക്കില്ല. എന്നാലും ലെയറായിട്ട് വെട്ടിയപ്പോൾ ഒരു ലെയറെങ്കിലും അത്രയും ലെങ്ത്തിലുണ്ടല്ലോ എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ആ ഫുൾ ലെങ്ത്ത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് സ്റ്റൈൽ ചെയ്തത് ഇഷ്ടമായി. ജസ്റ്റ് വെറുതെ അങ്ങ് സ്റ്റൈൽ ചെയ്ത് തരികയാണ് ചെയ്തത്. അധികം ലോങ് ലാസ്റ്റ് ചെയ്യില്ല ഇങ്ങനെ ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ ഒരു 2 ദിവസമൊക്കെ നിൽക്കും. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ പോകും. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയല്ലേ ചെയ്തത്. മറ്റേത് അവരിങ്ങനെ കേൾ ചെയ്ത് നോക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഇതാ ഇഷ്ടം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. ഇപ്പോഴാണ് എൻ്റെ മുഖത്തൊരു ചൈതന്യവും ചിരിയൊക്കെ വന്നത്. ചൈതന്യം ഉണ്ടോന്ന് അറിയില്ല, ചിരി എന്തായാലും ഉണ്ട്. എപ്പോഴും മുടി ഇങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി കെരാറ്റിൻ ചെയ്താലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് അപ്പോൾ ഓടി വന്നെങ്കിലും പിന്നെ വേണ്ട, മുടീനെ നശിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അങ്ങനത്തെ പരിപാടിയിലോട്ടൊന്നും പോയില്ല. ബാക്കിലെ വീഡിയോ ഒന്ന് എടുത്തു തരാൻ ഞാൻ അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു. ആ ചേട്ടൻ വീഡിയോ എടുത്തു. ഒരു ലെയർ കൂടെ കയറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇഷ്ടമായി, എന്തായാലും കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ലുക്ക് നന്നായിട്ട് ചേഞ്ച് ആവും. നമ്മുടെ ഡ്രസ്സിലൊന്നും
എത്ര അടിപൊളിയാക്കിയിട്ടും കാര്യമില്ല, ഹെയർ സെറ്റ് ഇല്ലെങ്കിൽ എല്ലാം പോയി. അങ്ങനെ ആ ചേട്ടൻ അത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചു തന്നു. പക്ഷേ അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് മാത്രമാണ്. ഇത് കഴിഞ്ഞ ഉടനെ, ഇത് ന്യൂ ഇയർ ആവാൻ പോകുന്ന അന്നത്തെ ദിവസം വൈകുന്നേരം എടുക്കുന്നതാണ്. ഈ മുടി ഇങ്ങനെ അയച്ചിട്ടുണ്ട്. ഞാൻ നേരെ ഫോട്ടോസിലോട്ട് പോയി. അവിടുന്ന് പിന്നെ കുറേ നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കില്ല, അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ ഒരു പരിവായിട്ടുണ്ടായിരുന്നു. പരിവം. പിന്നെ മുടിയൊക്കെ വെട്ടി സുന്ദരിയായി നമുക്ക് സ്വയം തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ കാണിക്കണമല്ലോ, അതാണിത്. ആ ചേട്ടൻ അപ്പോൾ അവിടുത്തെ ക്യാമറമാൻ ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയതായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ക്യാമറമാൻ ഇല്ലായിരുന്നു. പക്ഷേ എടുത്ത വീഡിയോസിലും ഫോട്ടോസിലും തൃപ്തി വരാഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കൂടി എടുത്തു. പക്ഷേ മിന്നു എന്നെ തെറി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങാൻ നോക്കി. പേയ്മെൻറ്റൊക്കെ നടത്തി ഞങ്ങൾ ഇറങ്ങി. പക്ഷേ ഇറങ്ങിയാൽ ഞാൻ മിന്നുവിന് വെറുതെ വിടുമോ? ഇല്ല. അവിടെ നിന്നും ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് തരാൻ പറഞ്ഞു. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. പക്ഷേ എൻ്റെ ലെങ്ത്തൊക്കെ അങ്ങ് പോയി. ഇത്രയും വെട്ടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട്. ഇത്രയും ഈ ഫസ്റ്റ് ലെയർ കാണുമ്പോൾ ഇല്ലേ മിന്നു? അതൊക്കെ പലതും പറയും. മുടിയുള്ള എൻ്റെ അഹങ്കാരം എന്ന് ആൾക്കാർ പറയും. ഇവിടുന്നാണ് മുടി. സ്റ്റെപ്പ് ഇറങ്ങണം താഴേക്ക്. പോകുമ്പോൾ എത്ര ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു? എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി ഈ ലെയർ. ഞാൻ ഇങ്ങനെ അങ്ങ് മൊത്തം വെട്ടിയാലോ മിന്നു? എന്നിട്ട് മറ്റേ കെരാറ്റിൻ ചെയ്തിടാം. കൊള്ളൂല? ഇത്രയും നല്ല തലമുടിയുള്ളപ്പോൾ അവർക്ക് അഹങ്കാരം. തക്കാളി വാങ്ങണം. തക്കാളി വാങ്ങണം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. ഇൻട്രോ എടുക്കാൻ ഔട്ട്രോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, ബൈ.